നിങ്ങൾക്കറിയാമോ, ഞാൻ വരുന്നത് കുമ്പളങ്ങിയിൽ നിന്നാണ്. അപ്പം നമ്മൾ ഒരു കോസ്റ്റ്ലി ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ മിക്കപ്പോഴും കിട്ടുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഞണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഞണ്ട് എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ക്ലീൻ ചെയ്യണമെന്ന് കാണാം. ഞാൻ ഇങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇതേമാതിരി ജീവനുള്ള ഞണ്ടിനൊന്നും കിട്ടാനേ വഴി. ഇൻ കേസ് ഇവിടെ ഞണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് ഫ്രീസ് ചെയ്തിട്ടൊക്കെയാണ് തരുന്നത്. പക്ഷേ ജീവനുള്ള ഞണ്ട് കഴിച്ച് ശീലിച്ച് എനിക്ക് ഇവിടെ വന്ന് അത് കാണുമ്പോൾ ഭയങ്കര ഓക്വേർഡാണ്. ഇത് ഇങ്ങനെ കെട്ടിയ ഞണ്ടാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഈസിലി ക്ലീൻ ചെയ്യണത്? ഇത് എനിക്ക് അമ്മയ്ക്കും വലിയ പരിചയമില്ല, അപ്പച്ചനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് വലിയ കാലില്ലേ, ഞണ്ട് ഇറുക്കണ കാല്, ആ കാല് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, ഈ ഞണ്ടിന് 10 കാലുണ്ട്. അത് എനിക്കറിയില്ല, ഞാൻ കുഞ്ഞുനാൾ തൊട്ട് ഈ ഞണ്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഞണ്ടിന് 10 കാലുണ്ട് എന്നുള്ള സംഭവം ഞാൻ ഈ റീസെൻ്റ്ലിയാണ് ഞാൻ അറിഞ്ഞത്. ഇനിയിപ്പോൾ 3 ഞണ്ടാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് പൊന്നുണ്ട് കേട്ടോ. പൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഒരു ഓറഞ്ച് കളറിലായിരിക്കുന്നത്. അതെങ്ങനെയാണ് അതിനകത്ത് നിന്ന് എടുക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞണ്ടിന് 2 കാലും മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി അമ്മയാണ് ചെയ്യുന്നത്. ഇത് ഇച്ചിരി കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് മസാല കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടും നമ്മളിത് പൊട്ടിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇതാ ഞാൻ പറഞ്ഞില്ലേ ഞണ്ടിൻ്റെ അകത്ത് ഉണ്ടാവുന്ന പൊന്നെന്ന്, അതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു ഓറഞ്ച് കളറുള്ള സാധനം. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അത് പൊട്ടാൻ പല പൊട്ടിയെ കഴിക്കും എന്നാണ് പറയുന്നത്. ഞാൻ ഇത് ചെയ്ത് വലിയ പരിചയമില്ല, ഞണ്ട് മാത്രം എനിക്ക് ചെയ്ത് പരിചയമില്ല, ബാക്കിയെല്ലാം എനിക്കുണ്ട്. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആ പൊന്നെന്ന് പറഞ്ഞ സംഭവം. പിന്നെ ഇതിന് മുന്നേ ഒന്ന് കഴുകിയല്ലോ, അതാണ് ഫൈനലായിട്ട് കഴുകുന്നത്. അതിനുശേഷം നമ്മൾ കഴുകില്ല കേട്ടോ. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സാധനം, ആ ഒരു എന്താ പറയുക, ആ ഒരു ഞണ്ടിൻ്റെ കളി എന്നൊക്കെ ആട്ടോ നമ്മളവിടെ പറയുന്നത്, അതൊക്കെ എടുത്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കഴുകുന്ന സമയത്ത് ഈ പൊന്നൊക്കെ പോകും. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടും കഴുകാൻ നേരത്ത് പോകുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇത് ഇച്ചിരി വലുതായിരുന്നു, പക്ഷേ ഒരുപാട് വലുതല്ല കേട്ടോ. പക്ഷേ നമ്മൾക്ക് വീട്ടിലാണെങ്കിൽ പോലും കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചെറിയ പീസായിട്ടുണ്ടെങ്കിലാണല്ലോ ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഈ സാധനം എല്ലാം വെട്ടി, യൂഷ്വലി ഇത് 2 ആയിട്ടൊക്കെ വെക്കാറുള്ളൂ. പക്ഷേ അമ്മ അതുകൊണ്ട് ഒന്നുകൂടി കഴുകിയെടുക്കുന്നു. ഇതിന് ശേഷം പിന്നെ കഴുകലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കഴുകിയിട്ട് വെട്ടിയിട്ട് ഒന്നുകൂടി അത് പീസാക്കും. അത്രേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാ ഞണ്ടും കൂടി എടുത്ത് റെഡിയാക്കി. എത്ര പേർക്ക് ഞണ്ട് ഇഷ്ടമെന്ന് പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞണ്ട് കഴിക്കാൻ കുറച്ച് ടാസ്ക് ആണെങ്കിലും സംഭവം അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ അമ്മയൊക്കെ പറയണേക്കാം, എന്നെ അമ്മ ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പയുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് അംഗസംഖ്യ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അപ്പൂപ്പൻ അവിടെ ഈ ഞണ്ട് പിടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ഈ ചാക്കിലൊക്കെ, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞണ്ട് നമ്മൾ വാങ്ങിക്കും. എന്നിട്ട് ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നു. അത് ഒരുപാട് കിട്ടിയാൽ മാത്രമേ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് സ്കൂളിലായിരുന്ന സമയത്ത് കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ട്. അടിപൊളിയാട്ടോ. പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്തു.